ലോകത്തിലെ ഏറ്റവും ഭീകരനായ ഏകാധിപതിയെക്കുറിച്ചാണ്. അയാൾ എങ്ങനെയാണ് തൻ്റെ രാജ്യം ഭരിക്കുന്നതെന്ന് അറിയുമോ? നമ്മുടെ ദൈനംദിന ജീവിതവുമായി ഉത്തര കൊറിയക്കാരുടെ ജീവിതം താരതമ്യം ചെയ്യാനേ പറ്റില്ല. അവരുടെ ജീവിതം സങ്കല്പിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടും നമുക്ക്. സർക്കാർ ജനങ്ങളെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. പൗരന്മാരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സർക്കാർ ഇടപെടുന്നു. ആര് എവിടെ താമസിക്കും, ആര് എന്ത് ജോലി ചെയ്യും, അവർ എന്ത് പഠിക്കും, എല്ലാം സർക്കാർ തീരുമാനിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങൾ കാണുന്ന സിനിമകൾ എല്ലാം സർക്കാർ നിങ്ങളോട് പറയും. നിങ്ങൾ സ്വന്തം ഫോൺ ഉപയോഗിക്കുമ്പോൾ ക്രമമല്ലാത്ത ഇടവേളകളിൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് സർക്കാരിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഫോണിൽ എന്താണ് കാണുന്നത് എന്ന് സർക്കാർ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റ് അത് രാജ്യത്തിനെതിരെയുള്ള വിമർശനം വല്ലതും ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത കുറ്റത്തിന് അവൻ്റെ കൊച്ചുമക്കൾ പോലും ശിക്ഷിക്കപ്പെട്ടേക്കാം. ദ ലോ ഓഫ് ഗിൽറ്റ് ബൈ അസോസിയേഷൻ നോർത്ത് കൊറിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തടവറയിലാക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ദ ലോ ഓഫ് ഗിൽറ്റ് ബൈ അസോസിയേഷൻ. ഇത്തരത്തിലുള്ള കടുത്ത നിയമങ്ങളെ പേടിച്ച് കുടുംബാംഗങ്ങൾക്ക് പോലും പരസ്പരം അവിശ്വസിക്കേണ്ടി വരുന്നു. ബന്ധങ്ങൾ പോലും ജീവൻ എടുക്കുന്ന ബാധ്യതകളാകുന്നു. അച്ഛൻ, അമ്മ, മക്കൾ, കുടുംബം വലുതാവും തോറും ഭയം വലുതാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കിങ് ജോങ്ങിന്റെ ആധിപത്യം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ഏകാധിപത്യ രാജ്യത്ത് ജനസംഖ്യ ഏകദേശം 25 മില്യൺ ആണ്. ലോക ഭൂപടത്തിൽ ദക്ഷിണ കൊറിയയ്ക്ക് തൊട്ടു മുകളിലാണ് നിങ്ങൾക്ക് നോർത്ത് കൊറിയ കാണാനായിട്ട് സാധിക്കുക. പടിഞ്ഞാറ് വമ്പനായ ചൈനയുണ്ട്. രാത്രിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. പ്രകാശത്തിന്റെ ആധിക്യത്താൽ തിളങ്ങുന്ന ചൈനയും സൗത്ത് കൊറിയയും. എന്നാൽ ഇവർക്ക് മധ്യത്തിൽ ഇരുട്ട് മാത്രമുള്ള ഒരു സ്ഥലം, അതാണ് ദ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, DPRK. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക നാമം ഇങ്ങനെയാണ്. ഇതിൽ രസകരമായത് രാജ്യത്തിന്റെ പേരിൽ ഡെമോക്രാറ്റിക് എന്ന വാക്കുണ്ടെന്നുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? സ്വയം ഡെമോക്രസി എന്ന് പറയുന്നത് കൊണ്ട് ഒരു രാജ്യം ജനാധിപത്യമാവില്ല. ഉത്തര കൊറിയയിൽ ആളുകൾക്ക് രാത്രി എഴുതാൻ കഴിയില്ല, വായിക്കാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല, TV കാണാൻ കഴിയില്ല. അവർ 7 മണിക്ക് തന്നെ ഉറങ്ങാൻ പോകുന്ന ആളുകളാണ്. ഒരു വലിയ വിഭാഗം ജനത്തിന് രാത്രിയിലെ ഇലക്ട്രിസിറ്റി അനുവദിച്ചിട്ടില്ല. 1995-നും 1998-നും ഇടയിലുണ്ടായ ഉത്തര കൊറിയയിലെ പട്ടിണി ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. ചെറു തവളകളുടെ എണ്ണം പോലും ക്രമാതീതമായി കുറയുന്നതായി കണ്ടു. ആളുകൾ കണ്ണിൽ കണ്ടതെല്ലാം ഭക്ഷണമാക്കി ജീവൻ നിലനിർത്താൻ പരക്കം പാഞ്ഞു. പട്ടിണി മൂലം എത്ര ആളുകൾ മരിച്ചുവെന്ന് ഒരിക്കലും ഇതുവരെ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇത് 5 ലക്ഷം മുതൽ 20 ലക്ഷം വരെയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉത്തര കൊറിയയുടെ അവസ്ഥ എപ്പോഴും ഇതുപോലെ ആയിരുന്നില്ല. ദക്ഷിണ കൊറിയയേക്കാൾ ഉത്തര കൊറിയ മികച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. 1980-ൽ പ്രതിശീർഷ GDP-യുടെ അടിസ്ഥാനത്തിൽ ഉത്തര കൊറിയ ഇന്ത്യയുടെയും ചൈനയുടെയും മുന്നിൽ വന്നിരുന്നു. സൗജന്യ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, ഹീറ്റർ സംവിധാനങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ അവിടെ ഭൂരിപക്ഷം ആളുകൾക്കും ലഭിച്ചിരുന്നു. 1950-നും 1980-നും ഇടയിൽ നോർത്ത് കൊറിയയുടെ GDP വർദ്ധിച്ചിരുന്നത് ഓരോ വർഷവും ഏകദേശം 4.5%. എന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തത് 90കളിലാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ മോസ്കോയിൽ ചുറ്റികയും അരിവാളും തലതാഴ്ത്തിയപ്പോൾ ഒരു യുഗം അവസാനിക്കുകയായിരുന്നു. സോവിയറ്റ് യൂണിയൻ നൽകിയിരുന്ന സോവിയറ്റ് അധികാരത്തിൽ ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചിരുന്ന വിലക്കുറവിലുള്ള എണ്ണയും ഭക്ഷണവുമൊക്കെ നിർത്തലായി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥ ഭീകരമായി തകർന്നു. പവർ സ്റ്റേഷനുകൾ അടച്ചു, വൈദ്യുതി എന്ന് പറയുന്നത് കിട്ടാക്കനിയായി, ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി. ഈ ഒരു ഘട്ടത്തിൽ US സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു വ്യവസ്ഥയോടെ നോർത്ത് കൊറിയ നിലവിലുള്ള ആണവായുധ പദ്ധതി അവസാനിപ്പിക്കുക. എന്നാൽ അവർ ഇതിന് വിസമ്മതിച്ചു. അങ്ങനെ USA-യും ബാക്കിയുള്ള ലോകവും ഇവരെ ഒറ്റപ്പെടുത്തി. 1995 ഓഗസ്റ്റിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ രാജ്യം വീണ്ടും തകർന്നു. ജനങ്ങളെ സഹായിക്കാൻ പണമോ ക്രെഡിറ്റോ സർക്കാരിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം വിട്ടുവീഴ്ച ചെയ്യാനും സ്വന്തം ആളുകളെ സഹായിക്കാനും രാജ്യം മുതിർന്നില്ല. സാഹചര്യം വർഷം തോറും മോശമായി. ഉത്തര കൊറിയൻ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ദുരിതങ്ങൾ മൂടിവയ്ക്കാനാണ്. നോർത്ത് കൊറിയയുടെ തലസ്ഥാനം പോങ്യാങ് ആണ്. സുസ്ഥിര സോഷ്യലിസത്തിന്റെ മാതൃക തലസ്ഥാനത്ത് നിർമ്മിക്കുവാൻ നിഷ്കരുണം ഭവനരഹിതരായവരെയെല്ലാം അവർ നീക്കം ചെയ്തു. നഗരത്തിൽ നിന്ന് പട്ടിണി പാവങ്ങളും മറ്റും ആരാലും കാണപ്പെടാത്ത പ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. എന്നാൽ നഗരത്തിൽ തലസ്ഥാനത്തുള്ള ഭരണകക്ഷി പ്രവർത്തകർക്ക് എല്ലാ സൗകര്യങ്ങളും ഏകാധിപതി ചെയ്തു നൽകി. ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു. ആൻഡ്രൂ നെറ്റ്സിയോസ് അദ്ദേഹത്തിന്റെ ദ ഗ്രേറ്റ് നോർത്ത് കൊറിയൻ ഫാമിൻ എന്ന പുസ്തകത്തിൽ പറയുന്നു, ഉത്തര കൊറിയൻ കുടുംബങ്ങൾ അവരുടെ പ്രായമായവരെ പട്ടിണി മരണത്തിന് വിട്ടുകൊടുക്കുന്നു സ്വയം അതിജീവിക്കാൻ. അങ്ങനെ യുവ കുടുംബാംഗങ്ങൾ ഉള്ള ഭക്ഷണം പങ്കിടുകയും അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ധാരാളം പ്രായമായവർ പട്ടിണി കിടന്ന് ആ ഒരു കാലഘട്ടത്തിൽ മരിക്കാൻ തീരുമാനിക്കുന്നു സ്വന്തം മക്കൾക്ക് വേണ്ടി. ഇതിനെല്ലാം കാരണമായത് ക്രൂരമായ ഏകാധിപത്യമായിരുന്നു, എ ടോട്ടാലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ്. അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്കൻ ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിലും പശ്ചിമ ജർമ്മനി US-ന്റെ കീഴിലുമായി. ഉത്തര കൊറിയയും അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിൽ അതേ ആശയങ്ങൾ സ്വീകരിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറി.
ഒപ്പം ജപ്പാനെതിരെ യുദ്ധം ചെയ്ത ഗറില്ല നേതാവ് കിങ് ഇൽ സുങ് ഒന്നാമനായി രാജ്യത്തിന്റെ പരമോന്നത നേതാവ്. അന്നു മുതൽ ഈ കുടുംബത്തിന്റെ കീഴിലാണ് രാജ്യം. ഇന്ന് കിം ഇൽ സുങ്ങിന്റെ ചെറുമകൻ കിം ജോങ് ഉൻ ആണ് പരമോന്നതൻ, രാജ്യത്തിന്റെ നേതാവും ഏകാധിപതിയും. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം എന്ന് വിളിക്കുന്നതും ശരിയല്ല, കാരണം കുടുംബം നയിക്കുന്ന ഏകാധിപത്യമാണ് അരങ്ങേറുന്നത്. കിം കുടുംബത്തിന്റെ ഭരണം കാലങ്ങളായി തുടരുന്നു. ആളുകളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നിയന്ത്രിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. ആർ എവിടെ ജീവിക്കും, അവർ എന്ത് ജോലി ചെയ്യും, അവർ എവിടെ പഠിക്കും, സർക്കാർ മുഖേന എല്ലാം തീരുമാനിച്ചിരിക്കുന്നു. ഇതുകൂടാതെ എന്ത് ആളുകൾ TV-യിൽ കാണുന്നു എന്നതിനെ കുറിച്ചിട്ടും കൃത്യമായി തന്നെയുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇന്റർനെറ്റിന്റെ ഉപയോഗം, അതിന്റെ നിയന്ത്രണം, ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, അവരുടെ ഹെയർ സ്റ്റൈലുകൾ, ഓരോ കാര്യവും സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. ഒരു കുട്ടിയുടെ സ്കൂളിൽ നിന്ന് തന്നെ സർക്കാർ ആരംഭിക്കുകയാണ് നിയന്ത്രണങ്ങൾ. സ്കൂൾ വിദ്യാഭ്യാസം രാജ്യത്ത് സൗജന്യമാണ്. സ്കൂളിൽ പോകാത്തവർക്ക്, സ്കൂളിൽ വിടാത്തവർക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരും. പ്രശ്നം ഇതല്ല, സ്കൂളിൽ വിദ്യാഭ്യാസമില്ല. കൈക്കൂലി വാങ്ങിയ ശേഷം മാത്രമാണ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണമുള്ളവർക്ക് കുറച്ച് കാര്യമായി പഠിക്കാം. ധനവാന്മാർ വീട്ടിൽ ഹോം ട്യൂഷനൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്ന അധ്യാപകർക്ക് മികച്ച ധനസമ്പാദനം ഇതുമൂലം ഉണ്ടാകാറുണ്ട്. കുട്ടികളെ മികച്ച ഇടങ്ങളിൽ പഠനത്തിന് വിടാൻ പലർക്കും സാധിക്കുന്നില്ല. പോങ്യാങ്ങിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്നത് തന്നെ വലിയൊരു മുൻഗണനയാണ്. അവിടെയുള്ള ആളുകൾക്ക് പിന്നെയും കുറച്ച് വിദ്യാഭ്യാസം ലഭിക്കുന്നു. കൊറിയയിലെ സ്കൂളുകൾ സംബന്ധിച്ച് അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ സർക്കാർ സ്കൂളുകളുടേതാണ് എന്ന് അവകാശപ്പെട്ട് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ ദൃശ്യങ്ങൾ ഇതാണ്. കോളേജ് പ്രവേശനവും കുടുംബ പശ്ചാത്തലം നോക്കിയും കൈക്കൂലിയിലുമൊക്കെയാണ് നടക്കുന്നത്. കോളേജ് കഴിഞ്ഞാൽ ആണുങ്ങൾ നിർബന്ധമായും 10 വർഷം വരെ സൈന്യത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏകാധിപത്യമെങ്കിലും രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഉത്തര കൊറിയയിൽ ഓരോ 5 വർഷത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുണ്ട്. ഒരേ ഒരു കാര്യം, ഭരണകക്ഷിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി മാത്രം വർക്കേഴ്സ് പാർട്ടിക്ക് വേണ്ടി ഓരോ സീറ്റിലും മത്സരിക്കും. പിന്നെ ആരെങ്കിലും ഈ രീതിക്കെതിരെ ഇവർക്ക് അനുകൂലമല്ലാത്ത വോട്ട് രേഖപ്പെടുത്തിയാൽ അവരെ രാജ്യദ്രോഹിയായി കണക്കാക്കുന്നു. ആളുകൾ ഇത് ചെയ്താൽ രഹസ്യ പോലീസ് അവരുടെ വീട്ടിലെത്തും, അയാളെ ഭ്രാന്തനായി പ്രഖ്യാപിക്കും. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം ഉത്തര കൊറിയയിൽ 99.9%. മിക്കവാറും എല്ലാ ആളുകളും ഇവിടെ വോട്ട് ചെയ്യുന്നു. സർക്കാർ പരിഗണിക്കുന്ന ഒരു അനൗദ്യോഗിക സെൻസസ് കൂടിയായി ഈ വോട്ടിംഗ് രീതി മാറുന്നു. ജനങ്ങളുടെ മേൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ഇവർ ഈ ഒരു ഡാറ്റ ഉപയോഗിക്കുന്നു. ഉത്തര കൊറിയയിൽ സർക്കാർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ട്. അതിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ചിലതുണ്ട്. ആളുകൾ അണിയേണ്ടുന്ന വസ്ത്രങ്ങൾ, അവരുടെ ഹെയർ സ്റ്റൈലുകൾ, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അംഗീകൃത ഹെയർ സ്റ്റൈലുകൾ എന്ന പേരിൽ. ഇപ്പോൾ 15 ഹെയർ സ്റ്റൈലുകളാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അനുവദിച്ചിട്ടുള്ളത്. 2017 ഒരു വാർത്താ ലേഖനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണാം. ഇത് പുരുഷന്മാർക്ക് അംഗീകരിച്ച 15 ഹെയർ സ്റ്റൈലുകളാണ്. ഉത്തര കൊറിയൻ സ്റ്റൈലിൽ മുടി മുറിക്കണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ 15 ഹെയർ സ്റ്റൈലുകളിൽ ഒന്നാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകാധിപതി കിം ജോങ്ങിന്റെ ഹെയർ സ്റ്റൈൽ ഈ അംഗീകൃത പട്ടികയിലില്ല. കാരണം മറ്റാർക്കും ആ ഹെയർ സ്റ്റൈൽ അനുവദനീയമല്ല. അതേപോലെ നാട്ടിലെ ആളുകൾക്ക് അവരുടെ മുടിയിൽ ചായം പൂശാൻ പാടില്ല. ഡൈയിങ് നിരോധനം പണ്ടേ ഉണ്ട്. കൂടാതെ വസ്ത്രങ്ങളുടെ നിബന്ധനകൾ മറ്റൊന്നാണ്. നീല ജീൻസ്, സ്ക്രാച്ച്ഡ് ജീൻസ്, ഒപ്പം സ്കിന്നി ജീൻസ് എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങളും നിരോധിച്ചിരിക്കുന്നു. കാരണമായി അവർ പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുവരവ് തടയാൻ എന്നതാണ്. പെൺകുട്ടികൾക്ക് ഇറുകിയ വസ്ത്രങ്ങൾ, ചെറിയ പാവാടകൾ, സൺ ഹാറ്റ്സ് ഒന്നും അനുവദനീയമല്ല. ഈ നിയമങ്ങൾ കൂടാതെ സ്ത്രീകൾക്ക് ചുവന്ന ലിപ്സ്റ്റിക് ധരിക്കാൻ കഴിയില്ല. മേക്കപ്പ് അനുവദനീയമാണ്, അതും കുറഞ്ഞ രീതിയിൽ. നിയമങ്ങൾ പലതും കേട്ടിട്ട് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം, ആരാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നല്ലേ. ഇതിനായി സുഹൃത്തുക്കളെ, ഉത്തര കൊറിയയിൽ ഒരു ഫാഷൻ പോലീസ് വിങ് തന്നെയുണ്ട്. ഞാൻ തമാശ പറയുകയല്ല. ഒരു വ്യക്തി നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ ഫാഷൻ പോലീസ് പിടിച്ചാൽ കനത്ത പിഴ അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ജയിലിൽ വരെ പോവേണ്ടി വരും. എന്തുകൊണ്ടാണ് ഒരു സർക്കാർ ഒരു വ്യക്തിയുടെ വസ്ത്രധാരണ രീതിയെ ഇത്രത്തോളം നിയന്ത്രിക്കുന്നത്? അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഭാവിക്കുന്നത്, പാശ്ചാത്യ മുതലാളിത്ത ജീവിതശൈലി അവരുടെ രാജ്യത്ത് പ്രവേശിച്ചാൽ അത് അധികാരത്തിനെതിരെ ഒരു ഭീഷണിയാകുമെന്നാണ്. ഒരു മിനിമം വ്യക്തി സ്വാതന്ത്ര്യം പോലും നൽകുന്നത് സ്വേച്ഛാധിപതികൾക്ക് ഭീഷണിയാണ്.